ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. എത്രയൊക്കെ സമ്പാദിച്ചാലും കടം മാത്രമാണോ ബാക്കി? എത്രയൊക്കെ പണമുണ്ടായാലും ചിലർക്ക് കടം വാങ്ങിയല്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇതിന്റെയെല്ലാം പിന്നിൽ വാസ്തുവിന് വ്യക്തമായ പങ്കുണ്ട്. പണം സൂക്ഷിക്കുന്നതിനനുസരിച്ചാണ് കടവും ദാരിദ്ര്യവും നിങ്ങളിൽ പിടികൂടുന്നത്. വാസ്തുശാസ്ത്രമനുസരിച്ച് പണം സൂക്ഷിക്കുന്ന ദിക്കിനെക്കുറിച്ച് അറിഞ്ഞു വേണം അത് സൂക്ഷിക്കാൻ. പണം സൂക്ഷിക്കുന്നത് ശരിയായ സ്ഥലത്തല്ലെങ്കിൽ നമുക്ക് പോലും നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ ചിലവുകൾ വർദ്ധിക്കുന്നു. മാത്രമല്ല, പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ഇതുമൂലം ഉണ്ടാകുന്നു. നമ്മൾ വിചാരിക്കും മുൻപ് പണം ചിലവായി പോകുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുന്നതിന് പണം സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ ഈ ഭാഗത്ത് പണം സൂക്ഷിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കി സമ്പന്നതയ്ക്ക് വഴിവെക്കുകയുള്ളൂ. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നതും ഐശ്വര്യത്തിന് വാതിൽ തുറക്കുന്ന ഒന്നാണ്. ഇത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു. മാത്രമല്ല, പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. വീടിന്റെ കിഴക്ക് ഭാഗത്തും പണം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് സാമ്പത്തിക പ്രതിസന്ധിയെ ഇല്ലാതാക്കി സാമ്പത്തിക നേട്ടങ്ങൾ വഴിവെക്കുന്നു. മാത്രമല്ല, കടം കൊടുത്ത വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാക്കുന്നു. ഒരിക്കലും സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ഇല്ല. വാസ്തുശാസ്ത്രപ്രകാരം പണം പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് മൂലകളിലായി വേണം സൂക്ഷിക്കേണ്ടത്. എന്നാൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നത് കാര്യം അല്പം ശ്രദ്ധിച്ചു വേണം. ഇത് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നതും നല്ലതല്ല. ഇതും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ആണ് ഉണ്ടാക്കുന്നത്. കടം വാങ്ങിച്ചവർ പോലും പലപ്പോഴും തിരിച്ചു തരാതിരിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.